ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷം ഈശോയോട് കൂടി പിതാവിനോടൊക്കെ കൂടി സ്വർഗത്തിൽ ആകാൻ സാധിക്കുന്നുള്ളതാണ്. സ്വർഗീയ ജീവിതം. പുനരുത്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടരാണ് ഈശോയുടെ കാലത്തുണ്ടായിരുന്നത്, സദുക്കായർ. അവർ ഈശോയുടെ അടുത്ത് വലിയൊരു സംഭവമൊക്കെ കൂടി പറഞ്ഞുകൊണ്ട് ഈശോനെ എങ്ങനെയെങ്ങനെ വാക്കി കൊടുക്കുവാനായിട്ട് വരികയാണ്. അപ്പോൾ ഈശോ അവർ അവതരിപ്പിച്ച സംഗതിക്ക് തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 20-ാമത്തെ അധ്യായം 38-ാം തിരുവചനം. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. പുനരുത്ഥാനത്തിന് ഉറപ്പ് കൊടുത്തിട്ട് പറയുകയാണ്, അവിടുന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടുത്തെ മുമ്പിൽ എല്ലാവരും ജീവിക്കുന്നവരാണ്. ജീവിതത്തിലേക്ക് ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സങ്കടങ്ങളും വീർപ്പുമുട്ടലുകളും അസ്വസ്ഥതകളൊക്കെ പെരുകുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ തോന്നാറുണ്ട്, ചത്തതിന് തുല്യ ജീവിതം എന്നൊക്കെ, എല്ലാവർക്കും വിട്ടുപോയി എന്നുള്ളത്. പക്ഷെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇപ്പോഴും അവൻ്റെ മുമ്പിൽ ജീവിക്കുന്ന വ്യക്തി തന്നെയാണെന്നാ. നിന്റെ ജീവിതാവസ്ഥകൾ എന്തുവാകട്ടെ, നിന്നെ ജീവിക്കുന്ന വ്യക്തിയായിട്ടാണ് ഈശോ സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഈശോയുടെ കൂടെ നിത്യം ജീവിക്കേണ്ടതിനാ നീ. ആ ഒരു ഉറപ്പ് കർത്താവിനുണ്ട്. നീ കൂടി ഒന്ന് ചേർത്ത് വയ്ക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിരാശയുണ്ടെങ്കിൽ, ഇന്നും ഈ വ്യക്തിയെ ജീവിക്കുന്നവൻ തന്നെയായിട്ടാണ് കർത്താവ് കരുതുന്നതിനുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നീ നൽകണമേ. എല്ലാ സങ്കടങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകട്ടെ. എല്ലാ തളർച്ചയിൽ നിന്നും തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.